ഒരാളുടെ വാക്കുകളും പ്രവൃത്തികളും നമ്മളെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഒരു കാഴ്ചക്കാരനായിട്ട് കാണാൻ കഴിയാത്തത് കൊണ്ടാണ്, അതിനെ നമ്മൾ വിധി കൽപ്പിക്കുന്നത് കൊണ്ടാണ്. അങ്ങനെ ഉണ്ടാകുമ്പോൾ നിഷേധാത്മകമായിട്ടുള്ള ചിന്തകൾ ഉണ്ടാവും, അതുമായിട്ട് ബന്ധപ്പെട്ട വികാരങ്ങൾ ഉണ്ടാവും. അത് നമ്മളെ വേദനയിലേക്ക് കൊണ്ടുപോകും. നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട്, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല, നീ ഞാൻ മനസ്സിലാക്കിയതുപോലെയുള്ള ആളല്ല. ഈ ഒരു ചിന്തകളൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നത് മനസ്സിൻ്റെ കളിയിലാണ്. ഇത് മനസ്സിൻ്റെ കളി മാത്രമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ സമാധാനപ്പെടാൻ കഴിയും. ആളുകളുടെ വാക്കുകളും പ്രവൃത്തികളും നമ്മൾ ഉള്ളിലേക്ക് അധികം എടുക്കരുത്. ശാന്തരാകാൻ കഴിയില്ല നമുക്ക്. ഒരിക്കൽ ഒരു ഗുരുവിൻ്റെ ശിഷ്യൻ ഗുരുവിനോട് ചോദിച്ചു, എങ്ങനെയാണ് ആളുകളെ ശരിയായി മനസ്സിലാക്കാൻ കഴിയുക? ഗുരു ഒരു പഴയ കണ്ണാടി കൊടുത്ത് ശിഷ്യനോട് പറഞ്ഞു, നീ ഈ കണ്ണാടിയെ നോക്കുക. ഈ കണ്ണാടി ഒന്നും പറയുന്നില്ല, അത് വിധി കൽപ്പിക്കുന്നില്ല, അതിന് അഭിപ്രായങ്ങളില്ല. പക്ഷെ കണ്ണാടിയിൽ എല്ലാം വ്യക്തമായിട്ട് കാണുന്നു. നീ ഒരു കണ്ണാടി പോലെയാവുക. ആളുകളുടെ വാക്കുകളും പ്രവൃത്തികളും നീ ഉള്ളിലേക്ക് എടുക്കാതിരിക്കുക. നീ നിന്റെ മൗനത്തോടൊപ്പം ചേർന്ന് ഇരിക്കുക. നീ ശാന്തനായിട്ട് ഇരിക്കുക. അങ്ങനെ നീ ഇരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഓരോ നിമിഷവും നിനക്ക് ശാന്തിയും സമാധാനവും അനുഭവിക്കാൻ കഴിയും. അങ്ങനെ ഇരിക്കാനുള്ള ഒരുക്കങ്ങൾ നമ്മൾ നമുക്കായിട്ട് ഒരുക്കി കൊടുക്കണം. ആ ഒരുക്കിക്കൊടുക്കലാണ് സമാധാനം ഉള്ളത്. അങ്ങനെ ഇരിക്കാനും സമാധാനപ്പെടാനും കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ